ഞാനിപ്പോൾ ഉള്ളത് സീതാർകുണ്ടിൻ്റെ മലയുടെ അടിവാരത്താണ്. ഇവിടെ നിന്ന് കാണുന്ന ഈ ഒരു ലൊക്കേഷൻ, കാണുന്ന ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു മഹിമ നമുക്ക് ഇവിടെ വന്ന് കാണുക തന്നെ വേണം. കാരണം അത്രയും നീറ്റായിട്ട് നമ്മൾക്ക് പാൽ ഇങ്ങനെ ഒഴിച്ചു വിട്ടാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു രീതിയിലാണ് നമ്മൾക്ക് വെള്ളച്ചാട്ടം കാണുന്നത്. കണ്ടോ എത്ര ലോങ് എന്ന ഈ ഒരു സംഗതി, നമുക്ക് എത്ര നല്ല വ്യൂ ആണ് ഈ കാണുന്നത്. കണ്ടോ ഈ ഒരു ലൊക്കേഷൻ ഒരിക്കലും മറക്കല്ലേ. മറന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു നഷ്ടമാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അകലെ നിന്ന് ആളുകൾ ഇവിടെ വന്ന് നമ്മുടെ ഈ സ്ഥലങ്ങൾ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടൊക്കെ പോകാറുണ്ട്. നല്ലൊരു ഫോട്ടോഷൂട്ടിനും എല്ലാത്തിനും കൂടെ പറ്റിയൊരു സ്ഥലം കൂടിയിട്ടാണ്. ശരിക്കും വേണമെങ്കിൽ നമ്മൾ നെല്ലിയാമ്പതിയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്നും നമ്മൾക്ക് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു സ്ഥലം ഒരിക്കലും കാണാൻ കഴിയില്ല. പക്ഷേ നമ്മൾക്ക് വെള്ളച്ചാട്ടങ്ങൾ, അനേകമായ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഇവിടെ ഉണ്ട്. കണ്ടോ ഒരുപാട്, എത്രയാണെന്നറിയോ, ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഈ ഒരു കാഴ്ച നമ്മൾക്ക് കാണാൻ ഇവിടെ തന്നെ വരണം. കാരണം അത്രയും നീറ്റായിട്ട് കണ്ടോ, ഒരുപാട് അകലെ നമുക്കത് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. കണ്ടില്ലേ, ലൊക്കേഷൻ മറക്കണ്ട. സീതാർകുണ്ടിൻ്റെ താഴെ ശരിക്കും മലൻ്റെ അടിവാരത്ത് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ആനയൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയിട്ടാണ്. മാംഗോ വില്ലേജ് എന്നൊരു ബോർഡും കൂടെ കാണാം. ആ ഒരു ബോർഡിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എത്തുന്ന ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ ഒരു ലൊക്കേഷൻ മറക്കണ്ട. ഈ ഒരു ഭാഗം, ഞാൻ ഈ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഒരിക്കലും മറക്കണ്ട. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനോട് ഒന്ന് എനേബിൾ ചെയ്യണേ. ഓക്കെ, ബൈ, വീണ്ടും കാണാം.